കേരള നിയമസഭ 2026 ആർക്കൊപ്പമാണെന്നറിയാൻ ഇനി ഒരു രാത്രി കൂടി അവശേഷിക്കുന്നുള്ളൂ. 140 മണ്ഡലങ്ങളിലും കടുത്ത പോരാട്ടമായിരുന്നു. അക്കൂട്ടത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നൊരു മണ്ഡലമായിരുന്നു പട്ടാമ്പി. അപ്പോൾ പട്ടാമ്പിയുടെ വിജയപ്രതീക്ഷയെക്കുറിച്ച് പങ്കുവയ്ക്കാൻ UDF അംഗവും DCC സെക്രട്ടറിയുമായ കമ്മുക്കുട്ടി എടത്തോൾ നില 24 ലൈവിനൊപ്പം ചേരുകയാണ്. എത്രത്തോളമുണ്ട് വിജയപ്രതീക്ഷ? നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. ഒരു കടുത്ത മത്സരം പട്ടാമ്പി ഉണ്ടായിട്ടില്ല. ഇവിടെ എക്സിറ്റ് ഫലങ്ങൾ ഉൾപ്പെടെ UDF നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞ മാതിരി തന്നെ 100 സീറ്റിൽ കുറയാത്ത സീറ്റുകൾ പട്ടാമ്പിയിൽ നേടും. കേരളത്തിൽ നേടും. അത്രയും വലിയ അനുകൂല ഘടകമാണ് UDF ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമ്മുടെ കേരളം അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലായിക്കൊണ്ട് ഇവിടെ നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ളവർ UDF വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒരു ഇലക്ഷനാണ് കടന്നു പോയിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഫീൽഡിൽ പോകുമ്പോഴും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ നടത്തുമ്പോഴും എല്ലാ നടപടികളും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. നമ്മളെയൊക്കെ വെട്ടിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാക്ക് വാടകയ്ക്ക് എടുത്താൽ ഒരു വലിയ വിസ്മയം നാളത്തെ പുലർച്ചെ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അതിൽ പട്ടാമ്പി എന്തായാലും ഒരു മികച്ച ഭൂരിപക്ഷത്തിന് ഐക്യമുന്നണി സ്ഥാനാർത്ഥി TP ഷാജി വിജയിക്കും. നമ്മൾ കണ്ടതാണ് പട്ടാമ്പിയുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ നമുക്കൊരു UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്ത പോലെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രഖ്യാപിച്ചപ്പോഴും കടുത്ത മത്സരം ആരും കണ്ടില്ല. അവസാന ഘട്ടത്തിലേക്ക് അടുത്തപ്പോഴാണ് ആ മത്സര ചൂട് തന്നെ വന്നത്. അതപ്പോൾ ഇലക്ഷനിൽ അത് ബാധിക്കുമെന്ന് തോന്നിയിട്ടില്ല? ഇല്ല, നമ്മളെന്താ വെച്ചാൽ UDF സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ ഇലക്ഷനിലും ഇങ്ങനെ തന്നെയാണ്. CPM എത്ര മുമ്പിൽ ഓടിക്കഴിഞ്ഞാലും ഞങ്ങൾ ഇലക്ഷൻ്റെ ഒരു 10 ദിവസം മുമ്പുള്ള വർക്കുകളാണ് ജനങ്ങളുടെ ഇടയിൽ വളരെ നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് ഇറക്കി ചെലവഴി കഴിയുക. അതിനുമ്പോൾ വർക്ക് ചെയ്തില്ലാന്നല്ല, തയ്യാറെടുപ്പിന് മുമ്പുണ്ടെങ്കിലും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു 10 ദിവസത്തെ ഒരു വർക്കുകൾ അത് UDF എപ്പോഴും അനുകൂലമായിട്ട് വരാറുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ എപ്പോഴും അതുപോലെ നടക്കണം എന്നില്ല. അപ്പോൾ ഗ്രൗണ്ടിലുള്ള ഒരു എന്താണ് അവരുടെ ഒരു വിശകലനം? അല്ല, എക്സിറ്റ് പോൾ കേരളത്തിൽ വന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും UDF അനുകൂലമായിട്ടുള്ളതാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഇനി ആ ഫലം മാത്രമല്ല, അതിനപ്പുറമുള്ള ജനവികാരം നാളെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ യാതൊരുവിധ വിജയത്തിൽ കുറഞ്ഞതായിട്ടൊന്നും ഒന്നും ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി ഇവിടെ നാട്ടിൽ നടപ്പാക്കി. അതോടൊപ്പം തന്നെ അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമക്കേട്, അതോ ശബരിമലയിലുണ്ടായ ക്രമക്കേടുകൾ, അതോടൊപ്പം വർഗീയവാദികളെ കൂട്ടിപ്പിടിച്ചുള്ള നീക്കുപോക്കുകൾ, ഇതൊക്കെ കേരള ജനത കണ്ടതാണ്. അതിനൊക്കെ വിധി എഴുതാൻ വേണ്ടി ഇവിടുത്തെ നല്ല കമ്മ്യൂണിസ്റ്റുകാരും അതോടൊപ്പം തന്നെ മറ്റെല്ലാവരും പിൻവാതിൽ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെറുപ്പക്കാരുൾപ്പെടെ ഇവിടെ വിധി എഴുതാൻ വേണ്ടി കാത്തിരിക്കുക. അവരൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക, ഈ ഒരു സർക്കാരിനെ താഴെ ഇടണമെന്ന് വെച്ചിട്ട്. അതിൻ്റെ ഒരു വലിയ പ്രതിഫലനം പട്ടാമ്പിയിലുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിൻ്റെ ഘടകങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചെങ്കിലും പട്ടാമ്പിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ സിറ്റിംഗ് MLA 10 വർഷമായിട്ട് മുഹമ്മദ് മുഹസിനാണ്. അപ്പോൾ മുഹമ്മദ് മുഹസിൻ്റെ ഒരു ജനകീയത LDF അനുകൂലമാവുമെന്നാണ് LDF ക്യാമ്പുകളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പോൾ അത് TP ഷാജിക്ക് പ്രതികൂലമാവുമോ? ഇല്ല, ഇവിടെ LDF സംബന്ധിച്ചിടത്തോളം കേരളത്തിലിപ്പോൾ വളരെ പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യമുള്ളത്. അത് പട്ടാമ്പിയിലുണ്ട്, ആ കാര്യം തർക്കമില്ല. പട്ടാമ്പിയിലെ MLAയുടെ ജനകീയത ബാധിക്കുന്നില്ല. പട്ടാമ്പിയിലെ MLA ജനകീയ എന്ന് പറഞ്ഞാൽ വാസ്തവം പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ പട്ടാമ്പി താലൂക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവിടെ വലിയ മേജർ കുടിവെള്ള പദ്ധതികൾ, അതോടൊപ്പം തന്നെ പട്ടാമ്പി സയൻസ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ വലിയ വലിയ പ്രൊജക്റ്റുകൾ നടപ്പാക്കിയ മൂവ്മെൻറ്റ് CP ആണ്. അതിന് CPM MLA ആണ്. അദ്ദേഹമുള്ള കാലത്താണ് പട്ടാമ്പിയിൽ വലിയ വികസന കുതിപ്പുണ്ടായിട്ടുണ്ട്. കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നില്ല, പക്ഷേ കാര്യങ്ങൾ കാഴ്ചപ്പാടോട് ചെയ്തൊരു MLA ആയിരുന്നു CP മുഹമ്മദ്. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് UDF ഇപ്പോൾ ഷാജിയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ TP ഷാജി വിജയിക്കും, വിജയത്തിൽ കുറഞ്ഞതായിട്ടൊന്നുമില്ല. കേരളത്തിൽ തന്നെ അലയടിക്കുന്ന ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പ്രതിപക്ഷം വാദിക്കുന്ന ആ ഘടകം പട്ടാമ്പിയിലും ഉണ്ടാവും എന്നുള്ളതാണ് കമ്മുക്കുട്ടി എടത്തോളിന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. നന്ദി. കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ലാതെ പുതിയ ഡിസൈനുകളിലുള്ള ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാനിതാ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് 100% എക്സ്ചേഞ്ച് ഓഫർ. സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക സ്കീമുകൾ, കൂടാതെ എല്ലാ പർച്ചേസിനും ഒരു സമ്മാനങ്ങൾ. നല്ല നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇന്ന് തന്നെ ഷോറൂം സന്ദർശിക്കൂ. ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.